ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ആന്തൂറിയം പ്ലാന്റ്സിൽ നിറയെ പൂക്കാനായിട്ടുള്ള ഒരു വളമായിട്ടാണ് വന്നിട്ടുള്ളത്. ചെടിയിൽ നിന്ന് പുതിയ തൈകൾ മുളയ്ക്കാനുള്ള ടിപ്സും ഉണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ നമ്മുടെ വീഡിയോ കാണാം. നമ്മുടെ ആന്തൂറിയത്തിൽ നിറച്ച് പൂവിടാനായിട്ടുള്ള ഒരു വളമാണിത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് നമ്മൾ വളം ഉണ്ടാക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടാം കേട്ടോ. പനിയും ചുമയൊക്കെ ആയ കാരണമാണ് കേട്ടോ സൗണ്ടിന് ഒരു മാറ്റം വന്നിരിക്കുന്നത്. അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഇതെല്ലാം മിനിയേച്ചർ ടൈപ്പ് ആന്തൂറിയാണ്. അതായത് നമുക്ക് ഇൻഡോറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആന്തൂറിയങ്ങളാണ് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് പൂക്കാനുള്ള വളം എന്തുകൊണ്ടാണ് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിന് നമുക്ക് വേറെ ഒന്നും വേണ്ട, ഈ ഒരു നാളികേരം മാത്രം മതി. ഈ നാളികേരം നമ്മൾ എന്നും വീട്ടിൽ ഉപയോഗിക്കുന്നതല്ലേ. അപ്പോൾ അത് പൊട്ടിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വെള്ളം നമ്മൾ കളയാതെ എടുത്ത് വയ്ക്കുക. ആ വെള്ളം നമുക്ക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കുകയോ അതേപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താലോ ഇതേപോലെ നിറയെ പൂക്കൾ നമ്മുടെ ആന്തൂറിയം പ്ലാന്റ്സിൽ ഉണ്ടാവും. അതുപോലെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. ഇത് നമുക്ക് ഔട്ട്ഡോറായിട്ട് വയ്ക്കുന്ന ആന്തൂറിയത്തിലും ഒഴിച്ചു കൊടുക്കാം. അതിലും നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും. അപ്പം ഞാൻ കാണിച്ചിരിക്കുന്നത് മൊത്തം ഇൻഡോറായിട്ട് വയ്ക്കുന്ന മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ. നമ്മുടെ ആന്തൂറിയം പ്ലാന്റ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്ലവേഴ്സ് ഒരുപാട് കാലം ഫ്രഷ്നെസ്സോട് കൂടി തന്നെ നിൽക്കും. അപ്പോൾ നമ്മുടെ ഈ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വയ്ക്കുന്ന ആന്തൂറിയം നമ്മുടെ ടേബിളിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഒരുപാട് കാലം പൂക്കൾ അങ്ങനെ തന്നെ നിൽക്കുന്നതായിരിക്കും. അതുപോലെ നമ്മൾ മുന്നേ റോസിൻ്റെ ഒക്കെ കെയറിങ്ങും വളപ്രയോഗങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ നമ്മളൊക്കെ റോസ് നല്ല വെയിലത്ത് വെക്കണം, അതുപോലെ തന്നെ അതിൻ്റെ പോട്ടി മിക്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ വേറെ വ്യത്യസ്തമാണ് നമ്മുടെ ആന്തൂറിയത്തിൻ്റെ പോട്ടിങ്ങും നമ്മുടെ കെയറിങ്ങും ഒക്കെ. ആന്തൂറിയം പ്ലാന്റ്സ് നടുമ്പോൾ നല്ല തണവത്തും അതേപോലെ ഷെയ്ഡിലും, അതായത് നമ്മുടെ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത ഒരു ഭാഗത്ത് വേണം നമ്മൾ, എന്നാൽ ലൈറ്റും വേണം, അങ്ങനെയുള്ള ഒരു ഭാഗത്ത് വേണം നമ്മൾ ആന്തൂറിയം പ്ലാന്റ്സ് നടാനായിട്ട്. ചെടിയിലെ പൂക്കളൊക്കെ വാടിക്കഴിഞ്ഞാൽ പിന്നെ അത് ചെടിയിൽ നിർത്താതെ നമ്മളത് നല്ലൊരു സിസറോ ബ്ലേഡോ എന്തെങ്കിലും വെച്ചിട്ട് അത് കട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ ചെടി നശിച്ചു പോവും. പിന്നെ ഏതൊക്കെ വളങ്ങൾ ആന്തൂറിയത്തിന് കൊടുക്കാം എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചാണകം കലക്കിയിട്ട് അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ട് പുളിപ്പിച്ചിട്ട് അതിൻ്റെ തെളി നമ്മൾ ഇരട്ടി വെള്ളം ചേർത്തിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഗോമൂത്രം നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ നമ്മുടെ മീൻ കഴുകിയ വെള്ളം, ഇറച്ചി കഴുകിയ വെള്ളം, ഇതൊക്കെ നമുക്ക് ആന്തൂറിയത്തിന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിൽ കൂടുതൽ എഫക്റ്റീവാണ് നമ്മുടെ തേങ്ങാവെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും കടക്കലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതും. രാസവളങ്ങൾ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് 17-17-17 അതേപോലെ 19-19-19 നമുക്ക് കൊടുക്കാം. അതേപോലെ പൊട്ടാഷ് ഇതെല്ലാം നമുക്കിതിന് കൊടുക്കാവുന്നതാണ്. അതേപോലെ വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഒരു 15 ദിവസം ഇടവിട്ടിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. അതേപോലെ നമ്മളിത് നനയ്ക്കുമ്പോഴും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എല്ലാ ദിവസവും നമ്മളിതിന് നനയ്ക്കണം. അതേപോലെ നനയ്ക്കുമ്പോൾ ചട്ടിയിൽ ഒത്തിരി വെള്ളം നിൽക്കാത്ത രീതിയിൽ വേണം നമ്മൾ ആന്തൂറിയത്തിന് നനച്ചു കൊടുക്കാനായിട്ട്. നല്ല രീതിയിലുള്ള വളപ്രയോഗവും നനയും ഒക്കെ ആകുമ്പോൾ തന്നെ ഇതിൻ്റെ ചെടിയുടെ കടയ്ക്ക് നിന്ന് പുതിയ തൈകൾ പൊട്ടിമുളച്ചുണ്ടാവാൻ തുടങ്ങും. അത് നമുക്ക് വേര് പൊട്ടാതെ മാറ്റി വേറൊരു ചട്ടിയിലേക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. കീടങ്ങളുടെ ബാധ വരുന്നത് വളരെ കുറവാണ് നമ്മുടെ ആന്തൂറിയത്തിന്. പിന്നെ വരാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ കുമിൾ രോഗമാണ്. അപ്പോൾ കുമിൾ രോഗം വരുമ്പോൾ നമ്മൾ സ്യൂഡോമോണസ് കലക്കിയിട്ട് ഒന്ന് തെളിച്ചു കൊടുത്താൽ മതിയാവും. ആന്തൂറിയം പ്ലാന്റ്സ് ഔട്ട്ഡോറായിട്ടും ഇൻഡോറായിട്ടും വെക്കുന്നവർ ശ്രദ്ധിക്കുക. ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കരുത്. ഇൻഡയറക്റ്റായിട്ട് ഒരു 40-50% വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം വെക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഡയറക്റ്റായിട്ട് അതിൻ്റെ ഇലകളിലേക്കൊക്കെ വെയിൽ തട്ടുകയാണെങ്കിൽ അതിൻ്റെ ഇലകൾ തുമ്പുഭാഗമൊക്കെ കരിഞ്ഞു പോകാനും അതുപോലെ ഇലകൾ മഞ്ഞളിച്ച് പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ നല്ല വെയിലത്ത് വെച്ചാൽ ഇല ചുരുളും എന്ന് വിചാരിച്ച് നമ്മൾ തീരെ വെളിച്ചമില്ലാത്തടത്ത് വെക്കരുത്. നമ്മുടെ വെളിച്ചമില്ലാത്തടത്ത് വെക്കുമ്പോൾ ചെടികളിൽ പൂവ് തീരെ ഇടില്ല, മുട്ട് വരില്ല. അത് ആ ഇലകൾ അങ്ങനെ തന്നെ നിന്ന് ചെടി അങ്ങനെ നിന്ന് മുരടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആന്തൂറിയം പ്ലാന്റ്സ് വളർത്തുന്നവർ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ ഇതിൽ പറഞ്ഞ രീതിയിലുള്ള വളങ്ങളൊക്കെ ഒന്ന് പ്രയോഗിച്ച് നോക്കുക. എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് പ്ലാന്റ്സ് നമുക്കിപ്പോൾ ആന്തൂറിയത്തിൻ്റെ നഴ്സറികളിൽ നിന്ന് പല വെറൈറ്റികളും കളറുകളും നമുക്ക് മേടിക്കാൻ കിട്ടും. മിനിയേച്ചർ ടൈപ്പും അതുപോലെ സാധാ ടൈപ്പും ഒക്കെ മേടിക്കാൻ കിട്ടും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതേപോലുള്ള ഒരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.